വാടക ഗർഭധാരണത്തിലൂടെ അമ്മയാകുന്നവർക്കും മറ്റ് അമ്മമാരെ പോലെ പ്രസവ അവധിക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കും അവകാശമുണ്ടെന്ന് ഒഡീഷ ഹൈക്കോടതി. ഒഡീഷ ഫിനാൻസ് സർവീസിലെ വനിതാ ഉദ്യോഗസ്ഥയായ സുപ്രിയ ജന നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് SK പാനിഗ്രഹിയുടെ സിംഗിൾ ജഡ്ജി ബെഞ്ചിന്റെ ഇങ്ങനെയൊരു വിധി. 2020 സമർപ്പിച്ച ഹർജി ജൂൺ 25 പരിഗണിച്ചത്. വാടക ഗർഭധാരണത്തിലൂടെ അമ്മയായ ജനക്ക് മേലുദ്യോഗസ്ഥൻ 180 ദിവസത്തെ പ്രസവാവധി നിഷേധിച്ചിരുന്നു. തുടർന്ന് ജന സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സ്വാഭാവിക പ്രസവധാരണത്തിലും കുഞ്ഞിനെ ദത്തെടുക്കുന്ന സാഹചര്യത്തിലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 180 ദിവസത്തെ പ്രസവാവധി അനുവദിക്കുന്നതിനാൽ വാടക ഗർഭധാരണത്തിലൂടെ അമ്മമാരാകുന്ന വനിതാ ജീവനക്കാർക്കും ഈ ആനുകൂല്യം ബാധകമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ദത്തെടുക്കുന്ന അമ്മമാർക്ക് പ്രസവാവധി നൽകാൻ സർക്കാരിന് കഴിയുമ്പോൾ വാടക ഗർഭധാരണ രീതിയിലൂടെ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയ്ക്കും പ്രസവാവധി നൽകാൻ വിസമ്മതിക്കുന്നത് തികച്ചും അനുചിതമാണെന്ന് കോടതി പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വാടക ഗർഭധാരണത്തിലൂടെ അമ്മയായവർക്ക് പ്രസവാവധി നൽകുന്നത് അവരുടെ കുട്ടിക്ക് സുസ്ഥിരവും സ്നേഹമുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആവശ്യമായ സമയമുണ്ടെന്ന് ഉറപ്പാക്കുകയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് കോടതി വ്യക്തമാക്കിയത്. ഉത്തരവ് പുറപ്പെടുവിച്ച് 3 മാസത്തിനകം തന്നെ ഹർജിക്കാരന് 180 ദിവസത്തെ പ്രസവാവധി അനുവദിക്കണമെന്ന് ഒഡീഷ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. വാടക ഗർഭധാരണത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾക്കും അമ്മമാർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.